രാഹുൽ ഗാന്ധിക്കെതിരെ ദില്ലിയിൽ പോസ്റ്റർ. അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, ഭഗവന്ത് മാൻ എന്നിവർ മുൻപ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് പോസ്റ്ററുകളിലുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ പരസ്പരം പോരടിക്കുന്നവർ എങ്ങനെ ഒരുമിച്ച് പോരാടുമെന്നാണ് പോസ്റ്ററിലെ ചോദ്യം. നോബൽ മാരിക്കാരനുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. നോബൽ മാരിക്കാരൻ, ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ചേരാനിരിക്കെയാണ് ഇപ്പോൾ പോസ്റ്റർ വന്നിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഭാഷയാണോ പോസ്റ്ററിൽ? നോബൽ, അരുൺ, ദില്ലിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് 12 മണിക്കാണ് നടക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് യോഗം. ആ യോഗം വരുന്നതിന് മുൻപ് ദില്ലിയിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് എതിരെയാണ് ഈ പോസ്റ്റർ. ഈ പോസ്റ്ററിൽ പ്രധാനമായും മുൻപ് ഇന്ത്യ സഖ്യത്തിലെ മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള, ഭഗവന്ത് മാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന വരികളാണ് ഈ പോസ്റ്ററിലുള്ളത്. ഇപ്പോൾ ഈ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അഗർ കോൺഗ്രസ് ഗഠബന്ധൻ കോ നഹി ചലാ സക്തി തോ മേ ഇസ്കോ ചലാ സക്തി ഹും, അതായത് കോൺഗ്രസിന് ഈ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ഇതിനെ കൊണ്ടുപോകും എന്നായിരുന്നു മമതാ ബാനർജി മുൻപൊരിക്കൽ പറഞ്ഞത്. ഇങ്ങനെ ഓരോ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ആ പോസ്റ്ററിൽ പറയുന്നത് മുൻപ് കോൺഗ്രസിനെ ദുർബലമാക്കാൻ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെ ദുർബലപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ എന്താണ് ശ്രമിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഈ പോസ്റ്റ് ചോദിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിലെ യോഗം, അതായത് സഖ്യത്തിനുള്ളിൽ വിള്ളൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തെ പരസ്പരം പോരടിക്കുന്നവർ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്ന ചോദ്യത്തോടെയാണ് ഈ പോസ്റ്റർ. ഒരുപക്ഷേ BJP വെച്ചതാണെന്ന ചില വിമർശക, ചില കോൺഗ്രസ് നേതാക്കൾ എന്താണെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സഖ്യത്തിലെ ശക്തമായ വിള്ളൽ തുടരുമ്പോഴാണ് ഈ പോസ്റ്ററുകൾ എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൽ തകർക്കാൻ അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നു എന്ന ആരോപണമുണ്ട്. പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെയാണ് തകർക്കുന്നത് എന്ന് അരവിന്ദ് കെജ്രിവാൾ മുൻപ് പറഞ്ഞ ഒരു ഡയലോഗാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ ഏതാണെങ്കിലും പങ്കെടുക്കുന്നില്ല. മമതാ ബാനർജി യോഗത്തിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം CPM നേതാവ്, പ്രധാനപ്പെട്ട CPM ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നില്ല. പകരം ജോൺ ബ്രിട്ടാസിനെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ സഖ്യത്തിനകത്ത് വലിയ പൊട്ടിത്തെറികൾ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു യോഗം നടക്കുന്നത്. ആ യോഗത്തിലൂടെ എന്താണ് ഈ സഖ്യത്തിന്റെ ഭാവി എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ പോസ്റ്റുകൾ ദില്ലിയിൽ ഉടനീളം വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തിൽ ഒരു സഖ്യവുമില്ല, ഒരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളുമില്ല, മൊത്തം പൊട്ടിത്തെറിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റുകൾ കൂടി എന്താണെങ്കിലും വെച്ചവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. BJP വെച്ചതാണെന്ന് കോൺഗ്രസ് പറയുന്നു. അതല്ല, കോൺഗ്രസിലെ തന്നെ വിമത വിഭാഗം വെച്ചതാണെന്ന് BJP. അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊഴുക്കുന്നുണ്ട്. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. താങ്ക് യു നോബൽ.